അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് ഷീൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ സ്വാഗതം. അപ്പോൾ ഇന്ന് റമദാൻ 12 ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗ് പോലെയാണ് ചെയ്യണത്, ഈവനിങ് വ്ളോഗായിട്ട്. ഇപ്പോൾ നമുക്ക് കടികളൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോവാം. ഉമ്മി അടുക്കളയിലുണ്ട്, അപ്പോൾ ഉമ്മിയുടെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താ ഉമ്മി ഉണ്ടാക്കാൻ പോണത്? ഇന്ന് നമുക്ക് അധികം വിഭവസമൃദ്ധമായ ഒന്നും വേണ്ട. നമ്മളെ ഇന്നത്തെ എന്റെ ബാക്കിയൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നലെ ഇവിടെ വാപ്പിയുടെ ഫാമിലിയിൽ നോമ്പ് തോറായിരുന്നു. അപ്പൊ ഇവിടെ ഇന്നലെ ഉണ്ടാക്കിയ കട്ട്ലേറ്റിന്റെ കീമയൊക്കെ ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് കട്ട്ലേറ്റിന്റെ പരിപാടിയിലോട്ട് പോവാം. ഇതിപ്പോൾ കട്ട്ലേറ്റിൻ്റെ മസാലക്കൂട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി പഴംപൊരിക്കുള്ള പൊടി കലക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി ഇവിടെ മസ്റ്റായിട്ട് ഉണ്ടാക്കണ്ടെന്ന് കരുതിയതാണ്. അപ്പോൾ ഇവിടുത്തെ ചെറിയ ആൾക്ക് ഡെയിലി പഴംപൊരി വേണം. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടി കുറച്ച് മാത്രം പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി പഴംപൊരിക്ക് ഞാനിവിടെ ഈ കൂട്ടിനകത്തേക്ക് പഴമൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കണ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീനച്ചട്ടിയുടെ കാര്യം. ഇങ്ങനത്തെ ചീനച്ചട്ടിയിൽ എന്തിനാണ് ഫ്രൈ ചെയ്യണമെന്ന്. പക്ഷേ എനിക്കതങ്ങനെ ശീലമായിപ്പോയി. വേറെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉണ്ട്, എനിക്ക് അതിനേക്കാളൊക്കെ ഇഷ്ടം ഈ പഴയ അതുമായിട്ട് നമ്മളങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോയി. അപ്പോഴേക്കും അവൾ നാരങ്ങ വെള്ളമൊക്കെ കലക്കാനായിട്ട് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഞാൻ ആ പഴംപൊരിയൊക്കെ പൊരിച്ച് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് അവൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ നിന്ന്. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഫ്രൂട്ട്സ് കട്ടിങ്. അപ്പോൾ ഇവിടെ ഒന്നില്ലെങ്കിൽ ഇവിടെയൊക്കെ ഉള്ളപ്പോൾ അയക്കാണ് ചെയ്യണം, അല്ലെങ്കിൽ പിള്ളേരാരെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അവൾ തന്നെ തണ്ണിക്കായൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. തണ്ണിക്ക ഇവിടെ മസ്റ്റായിട്ട് ഇവിടെ വേണം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ മാത്രമല്ല, ഇപ്പോൾ ഈ സമ്മർ സീസണിൽ ഭയങ്കര ചൂടല്ലേ, മിക്ക വീടുകളിലും ഈ തണ്ണിക്ക മസ്റ്റായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും നല്ല ചൂടല്ലേ. അപ്പോൾ ഈ തണ്ണിക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഇത് തൊലി കട്ട് ചെയ്ത് കളയും കേട്ടോ. തണ്ണിക്ക കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് ആ തൊലിയും കളയും. പിന്നെ അതിന് ശേഷം പിന്നെ ഈ കസ്കസ് വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്കസ് ഇവിടെ നിർബന്ധമാണ്, ഇവിടെ ഇക്കാക്കൊക്കെ ഭയങ്കര നിർബന്ധമാണ് കസ്കസ്. പിന്നെ ഒരു സിട്രസ് എടുത്തിട്ടുണ്ട്. സിട്രസ് സാധാരണ നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഞങ്ങളിവിടെ സിട്രസ് ഉപ്പ് തേക്കാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഉപ്പ് തേച്ചാണ് ഉപയോഗിക്കാറ്. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ അതിന് ശേഷം 2 മാങ്ങയും എടുത്ത് അതും കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ അവൾ തന്നെ എല്ലാം അത് ചെയ്തട്ടാ. അപ്പോൾ ഇന്നാണ് നല്ലോണം ടൈമും ഉണ്ടായിരുന്നു, വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നല്ല. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഒത്തിരി ടൈമും ഉണ്ടായിരുന്നു. പിന്നെ ഇനി ബാങ്ക് വിളിക്കാട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കട്ട്ലേറ്റും അതും പൊരിച്ച് എല്ലാം ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ ഫ്രൂട്ട്സൊക്കെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അതിനുശേഷം അപ്പോൾ കുറേ ടൈമുണ്ട്, 6 മണിയായി. ഞാനപ്പോൾ മുറ്റത്ത് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് കരുതി ഇറങ്ങി. ഇത് നമ്മളെ കരിമ്പാണ് കേട്ടോ. കരിമ്പ് പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ റംസാനൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് കരുതി അങ്ങനെ വെച്ചേക്കണതാണ്. ഇപ്പം ഇത് മറ്റേ വിയറ്റ്നാം പ്ലാവില്ലേ, അതിൻ്റെ ഒരു കമ്പാണ് നട്ടേക്കണത്. 1.5 വർഷം കൊണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, അറിയില്ല എങ്ങനെയാണെന്ന്. മിക്ക ആൾക്കാരും അത് ഇങ്ങനെ വാങ്ങിച്ച് നടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച് നട്ടതാണ്. അപ്പം ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്ത് പെട്ടെന്ന് ഡെയിലി ഒഴിച്ചാലും പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങും. ഇപ്പം ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് ഇനിയിപ്പോൾ ഈ ഉറുമാമ്പഴം എന്ന് പറയും, അതിൻ്റെ തൈയാണ്. ഒത്തിരി ഉണ്ടാവും കേട്ടോ, സീസണായി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും. ആ 2 തൈ ഇവിടെ ഉപ്പുണ്ടേ. ഇനിയിപ്പോൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് അതിന് അകത്തേക്ക് കയറിയപ്പോൾ ബാങ്ക് കൊടുക്കാൻ കാത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ തയ്യാറായിരിക്കണേ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പി എത്തുന്നവരെ അസ്സലാമു അലൈക്കും.